റളിയല്ലാഹു വരെ എത്ര വർഷം ഉണ്ടായി? 30 വർഷം. ആ 30 വർഷം ഉലമാക്കൾ പറയുന്നത് ഒരഭിപ്രായം അനുസരിച്ചിട്ട് അതിൽ ഹസനും അതിൽ ഉൾപ്പെട്ടു. അവരെല്ലാവരും എന്താണ്? ഖുലഫ അർ-റാഷിദീൻ അൽ മഹ്ദിയീൻ, അതിൽ പെട്ടവരാണ് ഈ 30 വർഷത്തിൽ ഉണ്ടായ ഖലീഫമാര്, yani 5 ഖലീഫകൾ. അതിനുശേഷം ഉണ്ടായതാണ് ഹസൻ റളിയല്ലാഹു കഴിഞ്ഞിട്ട് ഉണ്ടായതാണ് ആര്? മുആവിയ ഇബ്നു അബി സുഫിയാൻ. മുആവിയ ഇബ്നു അബി സുഫിയാൻ. അപ്പോൾ ഇത് ഹസൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്താണ്. അല്ലാണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടുകൊണ്ടല്ല മുആവിയ ഖലീഫ ആയത്. മറിച്ച് ഹസൻ റളിയല്ലാഹു അൻഹു പോയി ബൈഅത്ത് കൊടുത്തു മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു എവിടെയാണ് തലസ്ഥാനം ഉണ്ടായത്? ഷാമിലാണ്. ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയ, ജോർഡൻ, ലെബനൻ, പിന്നെ ഫലസ്തീൻ, ഇതൊക്കെ ഉള്ള സ്ഥലം മൊത്തത്തിൽ എന്താണ്? ഷാം എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ആയിരുന്നു മുആവിയ ഇബ്നു അബി സുഫിയാൻ. അബു സുഫിയാൻ ആരാണ്? മുആവിയന്റെ വാപ്പ എന്ന് പറയുന്ന അബു സുഫിയാൻ ആരാണ്? സഹാബിയാണ്. ഫത്ഹ് മക്ക നടന്നപ്പോൾ ഇസ്ലാം സ്വീകരിച്ചവനാണ് അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബൂ സുഫിയാന്റെ മകൻ മുആവിയ എന്തായി? ഖലീഫയായി. ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും രണ്ടുപേരും ബയാത്ത് കൊടുത്തിട്ട് ഖലീഫയായതാണ്. അല്ലാണ്ട് നിർബന്ധമായിട്ട് പിടിച്ചു വലിച്ചെടുത്തതൊന്നുമല്ല. ഷാമിൽ മുആവിയന്റെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. കൂഫയിൽ അലി റളിയല്ലാഹുവിന്റെ സപ്പോർട്ടേഴ്സ് അവിടെയായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നുബുവത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ്. ഹസൻ റളിയല്ലാഹുവിനെ കൊണ്ട് എന്തുണ്ടാവും? 2 വിഭാഗങ്ങൾ ഒരുമിക്കും, ഒന്നിച്ചു വരും. അപ്പോൾ അത് നമുക്ക് ഹസൻ റളിയല്ലാഹുവിന്റെ ജീവിതകാലത്തിൽ കാണാം. 6 മാസം ഖലീഫ ആയി നിന്നിട്ട് പിന്നെ ഈ ഭിന്നിപ്പ് ഉണ്ടാവുന്നത് കണ്ടിട്ട്, yani മുആവിയനെ സപ്പോർട്ട് ചെയ്യുന്ന ചിലവരും അലി റളിയല്ലാഹുവിന്റെ ഷിയാക്കൾ ഹസൻ റളിയല്ലാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ 2ആയി മാറുന്നത് കണ്ടപ്പോൾ ഹസൻ റളിയല്ലാഹു പോയിട്ട് എന്ത് ചെയ്തു? ബൈഅത്ത് കൊടുത്തു മുആവിയ റളിയല്ലാഹു അൻഹു. അതിനാണ് ഈ ഉമവിയ എന്ന് പറയുന്ന കൂട്ടര്, ഉമയ്യദ് കാലിഫൈറ്റ് എന്ന് നമുക്ക് കാണാം ഇംഗ്ലീഷിൽ. അത് ഉമവിയ എന്ന് പറയുന്നതാണോ അറബിയിൽ. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ട് പിന്നെന്താണ്? മുആവിയ ഹസൻ റളിയല്ലാഹു അൻഹു പിന്നെ ബൈഅത്ത് കൊടുത്തിട്ട് ഹുസൈനെയും വിളിപ്പിച്ച് ബൈഅത്ത് കൊടുക്കാൻ പറയും. ഹസനാണ് മൂത്തത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഹുസൈനെയും വിളിച്ച് പറയും ബൈഅത്ത് കൊടുക്കാൻ. അങ്ങനെ ഹുസൈനും ബൈഅത്ത് കൊടുക്കും. എന്നിട്ട് മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണത്തിന് ശേഷം മരണത്തിന്റെ സമയത്ത് മുആവിയ ആർക്ക് പിന്നെ ഇത് കൊടുക്കും? ഖിലാഫത്ത് മോൻക്ക്. ആരാണ് മോൻ? എന്താണ് മോന്റെ പേര്? യസീദ് ഇബ്നു മുആവിയ ഇബ്നു അബി സുഫിയാൻ. മുആവിയ റളിയല്ലാഹു അൻഹാണ്. ശ്രദ്ധിക്കുക, മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, yani മോനും വാപ്പയും. മുആവിയ അബൂ സുഫിയാൻ രണ്ടുപേരും എന്താണ്? സഹാബികളാണ്. യസീദ് സഹാബിയാണോ? സഹാബിയല്ല. യസീദ് ഇബ്നു മുആവിയ ഖലീഫ ആയപ്പോ യസീദ് എന്താ അല്ല, പിന്നെ സഹാബിയല്ല. തയ്യിബ്. അപ്പോൾ യസീദിന്റെ വിഷയത്തിൽ ഉലമാക്കളുടെ ഇടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്. തയ്യിബ്. അതിലേക്ക് നമ്മളിപ്പോൾ തൽക്കാലം പോകുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് നീങ്ങാം. അപ്പോൾ യസീദ് ഖലീഫയായി. എവിടെയാണ് തലസ്ഥാനം? ഷാം. വാപ്പന്റെ അതേ സ്ഥലത്താണ് യസീദ് കണ്ടിന്യൂ ചെയ്യുന്നത്. തയ്യിബ്. അതേ സമയത്ത് അവിടെ ആ സമയത്ത് യസീദ് പിന്നെ ഖലീഫ ആവുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു എവിടെയാണ്? മദീനത്താണ്. ഹുസൈനും ആ ഫാമിലി, yani പിന്നെന്താ പറയുക, ബനു ഹാഷിം, yani നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കുട്ടികളും അങ്ങനെ അവരെ കുട്ടികളും അവരെ ഫാമിലിയൊക്കെ എവിടെയാണ്? മദീനത്ത് തന്നെയാണ്. തയ്യിബ്. അപ്പോൾ യസീദ് പിന്നെ ഖലീഫ ആയ സമയത്ത് ചില സഹാബികൾ ബൈഅത്ത് കൊടുക്കാണ്ട് അവിടെ തന്നെ നിന്നു, മദീനത്തിൽ തന്നെ നിന്നു. എന്താ വെച്ചാൽ അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ
ഖലീഫയാക്കാൻ. പക്ഷെ എന്തായി, അവിടെ യസീദിന് മുആവിയ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ യസീദാണ് ഇപ്പോൾ ഖലീഫ. അപ്പോൾ അബ്ദുള്ള ഇബിൻ അബ്ബാസും അബ്ദുള്ള ഇബിൻ സുബൈർ പിന്നെ അബൂ സഈദ് അൽ ഖുദ്രി, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ എന്താണ് മദീനത്തുണ്ട്. അവര് ബയത്ത് കൊടുക്കാണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചിലവര് പിന്നെ അവരെ അവിടുത്തെ ഗവർണർ, മദീനത്തെ ഗവർണർ എന്താണ് അവരോട് ബയത്ത് കൊടുക്കാൻ പറയും. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് തീരുമാനിക്കും, ഈ കൂഫയിലത്തെ ആൾക്കാർ എന്താണ് കത്തുകളെ എഴുതാൻ തുടങ്ങും ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. കത്തുകൾ എന്ന് പറഞ്ഞാൽ 1, 2, 10, 100 അല്ല, 1000 കണക്കിന് കത്തുകൾ പിന്നെ ഈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിപ്പെടും. എവിടുന്ന്? കൂഫയിലത്തെ അലിന്റെ ഷിയാക്കൾ എന്ന് പറയുന്നവര്, ഷിയത്തു അലി എന്ന് പറയുന്നവര് സപ്പോർട്ടേഴ്സ് ആയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കത്തുകൾ അയക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? നമ്മൾ ഇതുവരെ ബയത്ത് നമ്മൾ കൊടുക്കുന്നില്ല, ആർക്ക്? മുആവിയക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ടേക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ വരണം, എന്നാൽ നിങ്ങൾക്ക് നമ്മൾ ബയത്ത് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ പിന്നെ ചരിത്രത്തിൽ വരുന്നത് ഏകദേശം 4000-5000 കത്തുകളാണ് പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. കൂഫയിലത്തെ ആൾക്കാരെ അടുത്തുനിന്ന് മാത്രം. അപ്പോ അങ്ങോട്ടേക്ക് പിന്നെ പോവാന് ഹുസൈൻ റളിയല്ലാഹുവിന് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ആവർത്തിച്ചിങ്ങനെ വരുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു എന്ത് ചെയ്യും? അവരെ കൂട്ടത്തിലുള്ള ഒരാളെ കൂഫയിലേക്ക് അവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളെ അയക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൂഫയിലത്തെ ആൾക്കാരെ കുറിച്ച് എന്തുണ്ട്, നേരത്തെ ഒരു മോശപ്പെട്ട അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും അവിടെ വിഷയമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ ആരെ അയക്കുന്നു? മുസ്ലിം ഇബിൻ അഖീൽ റളിയല്ലാഹു അൻഹു. മുസ്ലിം ഇബിൻ അഖീൽ എന്ന് പറയുന്നത് ആരാണ്? അഖീൽ എന്ന് പറയുന്നത് ബറക്കല്ലാഹു ഫീക്, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ അഖീൽ, ഇന്റെ മകനാണ് മുസ്ലിം ഇബിൻ അഖീൽ. അപ്പോ നമുക്ക് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് എന്താണ്? അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നതാണ് ഷിയാക്കൾ പറയുന്നത്. അഹ്ലുൽ ബൈത്തിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് അവരെന്താണ്, സഹാബികളെ മൊത്തത്തിൽ അവര് 3-4 സഹാബികളെ ഒഴികെ ബാക്കി എല്ലാവരും അവർ തക്ഫീർ ചെയ്യും. അഹ്ലുൽ ബൈത്തിലത്തെ ആൾക്കാർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് ഇവർ പറയും അഹ്ലുൽ ബൈത്തിന്റെ ആൾക്കാർ ആരൊക്കെയാണ്? 5 ഒരു കൈ കാണിക്കും. ആരൊക്കെയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷെ അവർ റളിയല്ലാഹു അൻഹു എന്നല്ല പറയാ. ഫാത്തിമ അലൈഹിസ്സലാം, അലി അലൈഹിസ്സലാം, ഹസൻ അലൈഹിസ്സലാം, ഹുസൈൻ അലൈഹിസ്സലാം. ഈ 5 പേര് ആണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് എന്നാണ് ഇവരെ വിശ്വാസം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് നിന്ന് സഹിയായ റിവായത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പിന്നെ സെയ്ദ് ബിൻ അർഖമിന്റെ അടുത്ത് ഒരിക്കലും ചോദിക്കപ്പെട്ടു, അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് പെടുവോ എന്ന് ചോദിക്കുമ്പോൾ സെയ്ദ് ബിൻ അർഖം പറയും നാം, അവരും പെടും. പക്ഷെ സദക്ക എടുക്കാത്തവരാണ്, സദക്ക സ്വീകരിക്കാൻ പറ്റാത്തവരാണ് അഹ്ലുൽ ബൈത്ത്. എന്നിട്ട് അവർ ചോദിക്കും ആരൊക്കെയാണ് അതിൽ പെടുന്നത്. അപ്പോൾ അവർ സെയ്ദ് ബിൻ അർഖം സഹിയായ ഹദീസിൽ പറയും ആലു അലി, അലീന്റെ അലീന്റെ ഫാമിലി. അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്ൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. വ ആലു അഖീൽ, അഖീൽ ഇബ്ൻ അബി താലിബിന്റെ ഫാമിലി. അബു താലിബിന്റെ മക്കളാണ് ഇവരൊക്കെ. എന്നിട്ട് വ ആലു ജാഫർ, ജാഫർ ഇബ്നു അബി താലിബ്, ഇതും അബു താലിബിന്റെ മകനായ ജാഫറിന്റെ ഫാമിലി. വ ആലു അബ്ബാസ്. അബ്ബാസ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പന്റെ സഹോദരൻ, അബൂ താലിബ് പോലെ തന്നെ വേറൊരു സഹോദരനാണ് അബ്ബാസ്. അപ്പോൾ ഈ 4 ഫാമിലിയിലത്തെ കൂട്ടരെന്താണ്? അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണ് എന്ന് സ്ഥിരപ്പെട്ടതാണ് സെയ്ദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വഴി. ആരൊക്കെയാണ്? ആലു അലി, ആലു അഖീൽ, ആലു ജാഫർ വ ആലു അബ്ബാസ്. ഈ 4 ഫാമിലിയിലത്തെ ആൾക്കാർക്ക് എന്ത് യജൂസല്ല? സദഖ എടുക്കുന്നത്. അവരെല്ലാവരും അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണ്. പക്ഷെ അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും അഹ്ലുൽ ബൈത്തിൽ പെട്ടതാണെന്ന് അതേ ഹദീസിൽ സെയ്ദ് ഇബ്നുൽ അർഖം സ്ഥിരപ്പെടുത്തി. അപ്പോൾ ഉലമാക്കൾ പറയുന്നത് അതിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഈ 4 വീട്ടുകാർക്ക് എന്തല്ല? സദഖ എടുക്കുന്നത് യജൂസല്ല, ഭാര്യമാരെ അതിൽ പെടുന്നില്ല എന്നാണ് ഉലമാക്കൾ പറയുന്നത്. പക്ഷെ അഹ്ലുൽ ബൈത്ത് എന്നുള്ള സംഗതിയിൽ ഇവരെല്ലാവരും പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ 5 പേര് മാത്രമൊന്നുമല്ല. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ മാത്രമല്ല അഹ്ലുൽ ബൈത്ത് സ്ഥിരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നുള്ള സ്ഥിരപ്പെട്ട ഹദീസ് അനുസരിച്ചിട്ട്. അപ്പോ ഇത് പറയാൻ കാരണം എന്തായിരുന്നു? നമ്മളെവിടെയായിരുന്നു? അപ്പൊ മുസ്ലിം ബിൻ അഖീൽ ആരാണ്? ഈ പറഞ്ഞ ആലു അഖീലിൽ പെട്ട അഖീലിന്റെ മകനാണ് മുസ്ലിം ബിൻ അഖീൽ. അപ്പോ നമുക്കിപ്പോ ബന്ധം മനസ്സിലായി. അലി റളിയല്ലാഹു അൻഹുവിന്റെ കസിനായി വരും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കസിനായിട്ട് വരും. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിശ്വസ്തരായ ഈ മുസ്ലിം ഇബ്നു അഖീലിനെ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ടേക്ക് അയക്കും. അവർ പുറപ്പെടുന്നതിന് മുമ്പേ മുസ്ലിം ഇബ്നു അഖീലിനെ എങ്ങോട്ടേക്ക്? കൂഫയിലേക്ക് അയക്കും. അപ്പോൾ കൂഫയിൽ എത്തിയിട്ട് മുസ്ലിം ഇബ്നു അഖീൽ അവിടെ പിന്നെ കൂഫ തലസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കുതിരപ്പുറത്താണ് കയറുന്നത്, മുഖമൊക്കെ മറിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ വിചാരിക്കും ഹുസൈൻ തന്നെ വന്നു എന്ന് അവർ വിചാരിക്കും. എന്താ വെച്ചാൽ പലവരും അതിൽ ഹുസൈനെ കാണാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹുസൈനെ പോലെ ഉണ്ട് കാണാനെന്ന് വിചാരിച്ചിട്ട് അവർ മുസ്ലിം ബിൻ അഖീൽ തന്നെയാണ് ഹുസൈൻ എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഓടി ചെല്ലും. എന്നിട്ട് അവരെല്ലാവരും മുസ്ലിം ബിൻ അഖീലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നമ്മൾ നിങ്ങൾക്ക് ബൈഅത്ത് തരാൻ തയ്യാറാണെന്ന്, ഹുസൈൻ ആണെന്ന് വിചാരിച്ചിട്ട്. തയ്യബ്. അപ്പോ അന്ന് മുസ്ലിം ബിൻ അഖീലിന്റെ മുമ്പിൽ 1000 കണക്കിന് ആൾക്കാരാണ് അവിടെ ബൈഅത്ത് കൊടുക്കാൻ തയ്യാറായി വരുന്നത്. അപ്പോൾ ഇത് അന്ന് ഇവിടുത്തെ കൂഫ എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണർ ആരാണ്? ഗവർണർ സഹാബിയാണ്. ആർക്കെങ്കിലും അറിയോ? കൂഫ എന്നുള്ള സ്ഥലത്ത് ഇറാഖില് അല്ലെങ്കിൽ കൂഫയില് ഗവർണറായിട്ട് നിൽക്കുന്നത് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. തയ്യിബ്. അപ്പോൾ യസീദ് ഇബ്നു അബി മുആവിയ അവിടെ കൂഫയില് ഇങ്ങനെ മുസ്ലിം ബിൻ അഖീൽ എത്തിയിട്ടുണ്ടെന്ന് ഖബർ കിട്ടിയപാട് എന്ത് ചെയ്യും? യസീദ് അവിടുത്തെ ഗവർണറിനെ മാറ്റും. അവിടുത്തെ അവസ്ഥ ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ. എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി ഹുസൈനു വേണ്ടിയിട്ട് ബൈഅത്ത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഇത് എന്താ വെച്ചാൽ അതിനെ കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? ഭരണാധികാരി ആരാണ്? യസീദാണ്. ഇത് വിപ്ലവത്തിനുള്ള ഒരു പോക്ക് അവർ കാണുമ്പോൾ അത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഒരു ഭരണാധികാരി എന്ത് ചെയ്യണം? അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൂഫന്റെ അടുത്തുള്ള ബസ്രയിലത്തെ ഗവർണർ ഉബൈദുല്ല ഇബിൻ സിയാദ് എന്ന് പറയുന്ന ആളെ എന്താക്കും? കൂഫയിലത്തെ ഗവർണറാക്കി മാറ്റും. മൂപ്പരെ അങ്ങോട്ടേക്ക് അയക്കും. അവിടുത്തെ അവസ്ഥകളൊന്ന് സെറ്റിൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ അങ്ങോട്ടേക്ക് അയക്കും. അപ്പോൾ നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ സ്ഥാനത്ത് പിന്നെ ഈ പറഞ്ഞ ഉബൈദുല്ല ഇബിൻ സിയാദ് വരും. തയ്യിബ്. എന്നിട്ട് അയാള് വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തും. ഈ പറഞ്ഞ മുസ്ലിം ഇബ്നു അഖീൽ പോയ പാടുള്ള രംഗം എങ്ങനെയെന്ന് വെച്ചാൽ ചില ചരിത്രത്തിൽ വരുന്നത്, ചിലവർ പറയുന്നത് 40,000 ഷിയാത്തു അലി അവിടെ കൂടി എന്നുള്ളതാണ്. 40,000 ആൾക്കാർ കൂടിയിട്ട് ബൈഅത്ത് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ. തയ്യബ്.
ഇത് കണ്ടുകൊണ്ട് മുസ്ലിം ഇബ്നു അഖീൽ അങ്ങോട്ടേക്ക് കത്തെഴുതാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കത്തെഴുതി പറയണം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളി, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബയാത്ത് തരാൻ തയ്യാറാണ് ആൾക്കാർ, നാം ഇവിടെ കാത്തു നിൽക്കണം, നിങ്ങൾ വേഗം വിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഖബർ അയക്കും. എന്നിട്ട് ഇത് ഹുസൈൻ റളിയല്ലാഹുവിനെ കണ്ടിട്ട് അവിടുന്ന് പുറപ്പെടും, മദീനത്തുനിന്ന് പുറപ്പെടും. ആ സമയത്ത് സഹാബികളിൽ പെട്ടവരും ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്ത ബന്ധമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഹുസൈൻ റളിയല്ലാഹുവിനെ തടയും, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആരൊക്കെയാണ്? അതില് അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നുണ്ട്, അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, അഹ്ലു കൂഫ എന്താണ്, അവരെ വഞ്ചനനെ കുറിച്ച് അവരെ അറിയപ്പെടുന്നവരാണ്, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകരുത്. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു ഈ കത്തുകൾ കാണിച്ചിട്ട് പറയും, ഈ കത്തുകൾ ഇത് അവരുടെ അടുത്തുനിന്ന് വന്നതാണ്, ഈ കത്തുകൾ അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, അപ്പോൾ ഞാൻ എങ്ങനെ പോകാണ്ടിരിക്കുക, അവരെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു പുറപ്പെടുകയാണെന്ന് ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇബ്നു ഉമർ പറയും, അസ്തൗദിഅകല്ലാഹ് അൻ ഖതീൽ, ഞാനീ നിങ്ങളെ മരണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഞാൻ ഇത് പുറപ്പെടുന്ന സമയത്താണ് ഇത് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ സംഗതി അറിയുന്നതായിരുന്നു, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നമായി മാറുമെന്ന് ഉറപ്പായിരുന്നു ഇവർക്ക്. ഇത് സഹാബിയാണ്, സഹാബിയായ അബ്ദുല്ല ഇബ്നു ഉമർ, യാനി സഹാബികളെ കൂട്ടത്തിൽ ആലിമായ അബ്ദുല്ല ഇബ്നു ഉമറാണ് ഇത് പറയുന്നത്. എന്നിട്ട് വേറൊരു സഹാബി അബ്ദുല്ല ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ല ഇബ്നു സുബൈർ ആരാണ്? സുബൈർ എന്ന് പറയുന്നത് ആരാണ്? സുബൈർ ഇബ്ൻ അൽ അവ്വാം എന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി, അശ്റത്തുൽ മുബശ്ശറയിൽ പെട്ട സഹാബി, അവരെ മകനായ അബ്ദുല്ല ഇബ്നു സുബൈർ പറയാണ്, നീ പോകുന്നത് തദ്ഹബ് ഇലാ ഖൗമിൻ ഖതലു അബാക വതഅനു അഖാക, യാനി നീ എങ്ങോട്ടേക്കാണ് ഇത് പുറപ്പെടുന്നത്? നിന്റെ വാപ്പനെ കൊന്നവരും നിന്റെ സ്വന്തം ജ്യേഷ്ഠനെ താന് ചെയ്യുന്നത്, താനെന്ന് എന്താ പറയാ, മോശം പറയുന്നത്, അങ്ങനത്തെ കൂട്ടരുടെ അടുത്തേക്കാണ് നീ പോകുന്നത്. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? കൂഫയിലത്തെ ഷിയാക്കളെ കുറിച്ചാണ്. ഷിയത്തു അലി എന്ന് പറയപ്പെടുന്ന ആൾക്കാർ, അലീനെ സപ്പോർട്ട് ചെയ്യുന്നവര് എന്ന് പറയപ്പെടുന്നവര്, അവരെ കുറിച്ച് ഈ സഹാബികൾ എന്താണ് പറയുന്നത്? നിന്റെ വാപ്പനെ കൊന്നവരാണ്. സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹുവിനെ കൊന്നവരാണ്, വഞ്ചിച്ചവരാണ്. അതേപോലെ തന്നെ നിന്റെ ഏട്ടനെ, ജ്യേഷ്ഠനെ എന്താണ് താന് മോശം പറയുന്നവരാണ് ഇവര്. അങ്ങോട്ടേക്കാണോ നീ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് തടയും. ഇതേപോലെ തന്നെ ചരിത്രത്തില് അബൂ സഈദ് അൽ ഖുദ്രി, മുഹമ്മദ് ഇബിൻ അലി ഇബിൻ അബി താലിബ്, യാനി മുഹമ്മദ് ഇബിൻ അലി ഇബിൻ അബി താലിബ് ആരാണ്? സഹോദരനാണ്, ഹുസൈൻ റളിയല്ലാഹുവിന്റെ സഹോദരൻ, ഇബ്നു ഹനഫിയ എന്ന് അറിയപ്പെടുന്നതാണ്. അവരും ഇവരൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ തടയും, നീ പോരുത് എന്ന് പറഞ്ഞിട്ട്. ഇബ്നു അബ്ബാസ് പറയും, ഇന്ന അഹ്ലുൽ ഇറാഖ് ഖൗമു ഗദർ, യാനി അവര് വഞ്ചിക്കുന്നവരാണ്, അവര് ആവശ്യമുള്ളപ്പോ പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരാണ്. ഗദർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഗ്ദാനം ചെയ്തിട്ട് പിന്നോട്ട് മാറുന്നവര്. സുബ്ഹാനല്ലാഹ്, യാനി ചീറ്റ് ചെയ്യുന്നവരാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ പറഞ്ഞ ഇത്ര വലിയ വലിയ സഹാബികളാണ് ഇത് പറയുന്നത്. ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും തടിഞ്ഞു വെക്കും, ചിലവര് കരിഞ്ഞ് തടയും. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു പറയും, എന്റെ ആൾക്കാരെ എങ്ങനെയാണ് ഞാൻ ഇതിൽ കണ്ണുപൂട്ടി കാണേണ്ടത്? അവരെ കത്തുകൾ എന്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ഇബ്നു അഖീലിന്റെ പിന്നെ ഈ അപ്ഡേറ്റും വന്ന്, നിങ്ങൾ വന്നോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പുറപ്പെട്ടതിന് ശേഷമാണ് മുസ്ലിം ഇബ്നു അഖീലിന്റെ ആ ഖബർ വന്നത്. പക്ഷെ പുറപ്പെട്ടു കഴിഞ്ഞു. പുറപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുമാണ് ചില സഹാബികൾ പിന്നാലെ യാനി മക്കയിൽ വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ വഴിയിൽ വെച്ച് തടഞ്ഞു പറയുന്നതൊക്കെ
ചില രംഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനീ പുറപ്പെട്ട്, പക്ഷെ മക്കയിലുള്ള സഹാബികൾ ഇത് അറിഞ്ഞിട്ട് അവിടുന്ന് ഇവരെ റൂട്ടിലേക്ക് വന്ന് അവര് തടിഞ്ഞിട്ട് പറയണം നിങ്ങൾ പോരുതെന്ന്. സുബ്ഹാനല്ലാഹ്, അത്രയും അവര് തടിഞ്ഞു വെച്ച സംഗതിയാണിത്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഇവരെ വിഷമങ്ങൾ കണ്ടിട്ട് അതിൽ സഹാദാവൻ തോന്നിയിട്ടാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് ഫാമിലിയോടെ. അപ്പോൾ അതിൽ ഇബ്നു അബ്ബാസ് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയുന്നത്, ഇനി നിനക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയിക്കോ, പക്ഷെ നിന്റെ ഫാമിലിയിലെ തന്നെ എല്ലാവരും കൂട്ടിയിട്ട്, കുട്ടികളും ഏഹലുമാരൊക്കെ കൂട്ടിയിട്ടാണ് ഇത് പോകുന്നത്, പേരക്കുട്ടികളും. അത് നീ ചെയ്യരുത്, നീ അവരെ ഇവിടെ വെച്ചോ. എന്താന്ന് വെച്ചാല് ആരെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വീട്ടില് അഹ്ലിന്റെ മുമ്പിൽ വെച്ച് കൊന്നവരാണ് ഖവാരിജ്. അങ്ങനത്തെ പിന്നെ വിശേഷണങ്ങൾ ഉള്ളവരാണ് ഇവരും. അപ്പൊ നിങ്ങൾ ഖവാരിജിൽ പെട്ടതന്നെയായിരുന്നു ഇവരും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവരെ കൂട്ടിയിട്ട് നിങ്ങൾ പോവരുത്. ഫാമിലിനെ ഒക്കെ എന്താ വെച്ചാൽ നിന്റെ അഹലും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഇവര് നിന്നെ കൊല്ലും എന്നുള്ള പേടി കൊണ്ടാണ് ഇത് പറയുന്നത്. തയ്യബ്. അപ്പോ ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? നേരത്തെ സഹാബികൾക്ക് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് നേരത്തെ അറിയാം. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അങ്ങനെ പുറപ്പെട്ട് മുസ്ലിം ബിൻ അഖീലിന്റെ ഖബറും വന്ന്, എന്നിട്ട് വഴി വെച്ചിട്ട് അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ മുസ്ലിം ബിൻ അഖീൽ എന്നിട്ട് ഇവരെ അടുത്തുനിന്നുള്ള ബൈഅത്ത് എടുത്തിട്ട് അവര് ഈ ഉബൈദുല്ല ഇബിൻ സിയാദ് ഉബൈദുല്ല ബിൻ സിയാദ് എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? പേര് തെറ്റിയിട്ടില്ലല്ലോ. ഉബൈദുല്ല ബിൻ സിയാദ്. തയ്യബ്. ഉബൈദുല്ല ബിൻ സിയാദിന്റെ അടുത്തേക്ക് അവരെ പിന്നെ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അങ്ങോട്ടേക്ക് പിന്നെ പുറപ്പെടും. ഈ 40,000 ആൾക്കാരെ കൂട്ടിയിട്ട് എന്താണ് ഉബൈദുല്ല ബിൻ സിയാദ് ആദ്യം ഭീഷണിപ്പെടുത്തും. നിങ്ങൾ ഇതിന് സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഞാന് പിന്നെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാലോ, ഞാന് പ്രതികാരം വീട്ടും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. അപ്പോ എന്താണ് മുസ്ലിം ഇബ്നു അഖീൽ ഇവരെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും. ഉബൈദുല്ല ബിൻ സിയാദ് നിൽക്കുന്ന വീടിന്റെ ചുറ്റും അവരെന്ത് ചെയ്യും, അവരെല്ലാവരും കൂടും. ആ സമയത്ത് എത്ര പേരുണ്ട്? 40,000 ആൾക്കാരുണ്ട്. എന്നിട്ട് ഉബൈദുല്ല ഇബ്നു സിയാദ് അറിയുന്നത് മുസ്ലിം ഇബ്നു അഖീൽ നിൽക്കുന്നത് ഒരാള് വീട്ടിലാണ്. ഹുർ എന്ന് പറഞ്ഞിട്ടാണ് ആള് പേര്. അയാളെ മൂപ്പര് വിളിപ്പിച്ചിട്ട് അയാളെ കൊന്നിട്ട് മോളിന്ന് താഴോട്ട് ഇങ്ങനെ എറിയും ഇവർ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോടെ ആ 40,000 എത്രയായി മാറും? 4,000 മാറും. അയാള് കൊന്നിട്ട് അവിടുന്ന് വീട്ടിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഇടും ശവത്തിനെ. ഇത് കണ്ടപാട് ആ 40,000 കുറഞ്ഞ് 4,000 ആയി മാറും. എന്നിട്ട് ഉബൈദുല്ല ഭീഷണിപ്പെടുത്തും, ഇനിയും നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെയും അവസ്ഥ ഇതന്നെ ആയിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോൾ ആ 4,000 എന്തായി മാറും? 400 മാറും. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഷിയത്തു അലി. എന്നിട്ട് രാത്രി ആവാൻ തുടങ്ങുമ്പോൾ, അന്ധകാരം വന്ന് തുടങ്ങുമ്പോൾ എന്താവും? ആൾക്കാർ പിന്നെ മുങ്ങാൻ തുടങ്ങും. ഈ 400 എന്ന് പറയുന്നത് പിന്നെ 40 മാറും, 30 മാറും. ലാസ്റ്റ് ചില ചരിത്രങ്ങളിൽ വരുന്നത് ആരും ഇല്ലാണ്ട് ഒറ്റക്ക് മുസ്ലിം ഇബ്നു അഖീൽ മാത്രം. സുബ്ഹാനല്ലാഹ്. ചില റിവായത്തുകൾ വരുന്നത് 10-20 ആൾക്കാർ കൂടെ ഉണ്ട് എന്ന് പറയുന്നുമുണ്ട്. അപ്പോ പിന്നെ എന്താണ്, അവിടുന്ന് പിന്നെ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയായി മാറും. അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ, ആരും ഇല്ല. അപ്പൊ മുസ്ലിം ഇബ്നു അഖീൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഉബൈദുല്ല അയാളെ ആൾക്കാരെ പിന്നാലെ അയക്കും. ഉബൈദുല്ല പിന്നെ ശരിയായ ചരിത്രം പ്രകാരം ബസ്രയിൽ നിന്ന് വരുന്നത് എത്ര ആൾക്കാരായിട്ടാണ് അറിയോ?
ആകെ 13 ആൾക്കാരായിട്ട്, ഞാൻ 20 കാട്ടി കുറവ് 13 ആൾക്കാരായിട്ടാണ് ഇവിടെ കൂഫയിൽ ഈ 40,000 ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. എത്ര ആൾക്കാരാണ്? 13 ആൾക്കാർ. അത് 20 താഴെ എന്ന് നമുക്ക് പറയാം നാം. എന്നിട്ട് ഈ 40,000 ആൾക്കാർ കുറഞ്ഞ് ലാസ്റ്റ് മുസ്ലിം ഇബ്നു അഖീൽ ഏകദേശം ചില ചരിത്രങ്ങളിൽ ഷെയ്ഖ് ബദിയുദ്ദീൻ ഷാഹ് സിന്ധി റഹിമഹുല്ല പറയുന്നത്, മുസ്ലിം ഇബ്നു അഖീലിനെ വന്നപാട് സ്വീകരിക്കാനും 40,000 ആൾക്കാരുണ്ടായിട്ടില്ലേ. ഈ സംഭവത്തിന് ശേഷം മൂപ്പർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലും വീടുകൾ തുറന്നു കൊടുത്തിട്ടില്ലാന്നു. എല്ലാവരും വീടടിച്ച് അകത്തേക്ക് ഇരുന്ന് മൂപ്പര് പിന്നെ വഴിയിലായി. കൂഫന്റെ വഴികളിൽ ഇങ്ങനെ തെണ്ടിത്തേരിയുന്ന അവസ്ഥയിലായി മാറി മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു. അപ്പോ ഉബൈദുല്ല ഇബ്നു സിയാദ് മുസ്ലിം ഇബ്നു അഖീലിനെ പിടിക്കും. എന്നിട്ട് മുസ്ലിം ഇബ്നു അഖീലിനെ അറിയാം ഇനി അവസ്ഥ എന്തായിരിക്കും എന്ന്. അപ്പോൾ മുസ്ലിം ഇബ്നു അഖീൽ ഒരു അപേക്ഷ ചെയ്യും, ഞാൻ ഒരു കത്ത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അയച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അപേക്ഷ ചെയ്യും. അപ്പോൾ ഓക്കെ അയച്ചോ എന്ന് പറയും. അതിൽ മുസ്ലിം ഇബ്നു അഖീൽ എഴുതി അയക്കുന്നത്, ഇർജഅ ബി അഹ്ലിക് വലാ യഗുറന്നക അഹ്ലുൽ കൂഫ ഫഇന്ന അഹ്ലുൽ കൂഫ ഖദ് കദ്ദബൂക വകദ്ദബൂനി വലൈസ ലികദ്ദാബ് റഅയ്. ഞാനീ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നീ ഹുസൈൻ റളിയല്ലാഹുവിനോട് കത്തെഴുതാണ്, നീ നിന്റെ അഹലുമായിട്ട് മടങ്ങിക്കോ. ഇവര് അഹ്ലു കൂഫയിലത്തെ ആൾക്കാരെ വിശ്വസിച്ച് നീ ഇങ്ങോട്ടേക്ക് വരരുത്. തീർച്ചയായിട്ടും ഫഇന്ന അഹ്ലുൽ കൂഫ ഖദ് കദ്ദബൂക, തീർച്ചയായിട്ടും അവര് നിന്റെ അടുത്ത് നുണ പറഞ്ഞിട്ടുണ്ട്, കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്, നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. നാം വകദ്ദബൂനി, എന്നെയും അവര് ഒഴിവാക്കി. അവിടെ അതായി മുസ്ലിം ഇബ്നു അഖീലിന്റെ അവസ്ഥ അങ്ങനെയായി, ഒറ്റക്കായി. നാം വലൈസ ലികദ്ദാബ് റഅയ്, അങ്ങനത്തെ ആൾക്കാർക്ക് ഒരിക്കലും എന്തില്ല, അവർക്കൊരു പറയാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്, അവർക്ക് അങ്ങനത്തെ ഒരു സ്ഥാനമില്ല എന്ന് എഴുതി അയക്കും. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് വരുന്ന വഴിക്ക് ഈ കത്ത് കിട്ടും. നാം മുസ്ലിം ഇബ്നു അഖീലിന്റെ ഈ കത്ത് കിട്ടും. ഇത് കണ്ടിട്ട് എന്താണ്, ഹുസൈൻ റളിയല്ലാഹുവിന് നിരാശപ്പെടും. എന്നിട്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരുമ്പോ സറൂദ് എന്നുള്ള സ്ഥലത്തെത്തും. ഇത് സറൂദ് എന്ന് പറയുന്നത് മദീനയെന്ന് കൂഫയിലേക്ക് പോകുന്ന വഴിയാണ് സറൂദ് എന്ന് പറയുന്ന സ്ഥലം. നാം മദീനയെന്ന് കൂഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ ചിത്രീകരിക്കുക സ്ഥലം, ഞാൻ ഈ മാപ്പിനെ. മദീന എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യയിൽ, മദീനയിൽ കൂഫ എന്ന് പറഞ്ഞാൽ ഇറാഖ് സൗദിന്റെ എവിടെയാണ്? മുകൾ ഭാഗത്താണ്. നാം അപ്പോ അങ്ങോട്ടേക്ക് ഈ പിന്നെ കൂഫയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു സ്ഥലമാണ് സറൂദ്. ഏകദേശം ആ സ്ഥലത്ത് എത്തുമ്പോൾ മുസ്ലിം ഇബ്നു അഖീലിനെ വഫാത്തായി കഴിഞ്ഞു എന്നുള്ള ന്യൂസും ഹുസൈൻ റളിയല്ലാഹുവിന് കിട്ടും. അപ്പോൾ മുസ്ലിം ഇബ്നു അഖീലിനെ അവിടെ ഉബൈദുള്ള എന്ത് ചെയ്തു? കൊന്നു. അതും വളരെ എന്താ പറയാ, ക്രൂരമായ രീതിയിലാണ് കൊല്ലുന്നതും ആൾക്കാർ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടും. എന്താ വെച്ചാൽ ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതോടെ കൂഫയിലത്തെ ആൾക്കാരെന്തായി, ടീം മാറ്റി എല്ലാവരും ഉബൈദുള്ളാന്റെ ബാക്കിലായി. സുബ്ഹാനല്ലാഹ്. 40,000 ആൾക്കാർ ആലോചിച്ച് നോക്കുക അഖി, യാ ഇഖ്വ ഹഫിദകുമുല്ലാഹ്. എന്നിട്ട് ഈ ഖബറും കൂടി ഹുസൈൻ റളിയല്ലാഹുവിന് കിട്ടിയപാട് ഹുസൈൻ റളിയല്ലാഹുവിനെ എന്നിട്ട് നല്ലോണം വിഷമിച്ച് ഹുസൈൻ റളിയല്ലാഹു പറയും, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇനി ചില ചരിത്രത്തിൽ വരുന്നത് ഷാമിലേക്ക് പോവാ എന്ന് തീരുമാനിക്കും. ഷാമിൽ ആരാണ്? യസീദ് ഇബ്നു അബി മുആവിയ. അപ്പോ എന്തുദ്ദേശിച്ചിട്ടാണ് അവിടെ പോയിട്ട് ബയ്യത്ത് കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ ക്ലിയർ ആയിട്ട് മുസ്ലിം ഇബ്നു അഖീൽ എന്താണ് പറയുന്നത്? ഇങ്ങോട്ടേക്ക് വരണ്ട, നീ മടങ്ങിക്കോ. അപ്പോ
റൂട്ട് മാറ്റി നീങ്ങുന്ന സമയത്ത് മരണത്തിൻ്റെ ഈ ഖബറും കൂടി കിട്ടിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും, നമുക്ക് ഇനി പോകേണ്ടവർക്ക്, ഇനി മടങ്ങേണ്ടവർക്ക് വേണമെങ്കിൽ മടങ്ങാം, പക്ഷെ മുസ്ലിം ബിൻ അഖീലിലെ മക്കളും സഹോദരന്മാരൊക്കെ ഉണ്ടാവും, അവർ പറയും നമ്മൾ മടങ്ങുന്നില്ല, നമ്മൾ പ്രതികാരം വീട്ടിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ പോകണമെന്ന് പറയും. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അവരെ കൂടെ കൂടും. അങ്ങനെ അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ പിന്നെ പറഞ്ഞതുപോലെ ആദ്യം സറൂദ് എന്ന് പറയുന്നത് കൂഫയിലേക്ക് പോകുന്ന വഴിക്കാണ്. പക്ഷെ റൂട്ട് മാറ്റി എന്നുള്ളതിൻ്റെ അടയാളം നമുക്ക് കിട്ടുന്നത് അവരെ കണ്ടുമുട്ടുന്നത് ഈ ഉബൈദുല്ല ഇബിൻ സിയാദിന്റെ ആൾക്കാർ അവിടുന്ന് പുറപ്പെടും. എവിടുന്ന്? കൂഫയിൽ നിന്ന്. ഈ എത്ര പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? 13 പേര്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എത്ര ആൾക്കാരാണ് ഉണ്ടാവുന്നത്? ഏകദേശം 3000-4000 ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് കൂഫയിൽ നിന്ന്. അപ്പോൾ ബാക്കി ആൾക്കാർ ആരാണ്? 13 ഒഴിച്ച് ബാക്കി ആരാണ്? ഷിയത്തു അലി എന്ന് പറയുന്നവര്, ടീം മാറിയവര്. ഉബൈദുല്ല ഇബിൻ സിയാദ്, മുസ്ലിം ഇബിൻ അഖീലിനെ വിട്ട് ഉബൈദുല്ല ഇബിൻ സിയാദിന്റെ പിന്നാലെ 3000-4000 ആൾക്കാർ അവിടുന്ന് ഇവരെ കൂടെ സൈന്യമായിട്ട്. എന്നിട്ട് അവര് കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെടും. അപ്പോൾ ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ കർബല എന്ന് പറയും. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കും, കർബുൻ വബല, കർബുൻ വബല. ഇത് അറബി ഭാഷയിൽ 2 വാക്കുകളാണ്. കർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർബ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയാ, വിഷമങ്ങൾ. ബല എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? പരീക്ഷണം. അപ്പോ വിഷമങ്ങളും പരീക്ഷണങ്ങളും ഉള്ള ഒരു സ്ഥലമാണോ ഇത് എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് ചോദിക്കും. കർബുൻ വബല, അതിന്റെ പേരിൽ തന്നെ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ കർബലയിൽ എത്തുന്നത്, ഇത് നമുക്ക് വേറൊരു പോയിന്റ് ആണ്. കർബല എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ മദീനയിൽ നിന്ന് കൂഫയിലേക്ക് പോകുന്ന വഴിക്ക് അല്ല വരുന്നത്. ഇത് മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന വഴിക്കാണ് കർബല വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തിനുള്ള തെളിവാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിന് ബൈഅത്ത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കതിൽ മനസ്സിലാക്കാം. ഇത് ഇന്നത്തെ ഖവാരിജികൾക്കും ഇഖ്വാനികൾക്കും ഷിയാക്കൾക്കും റാഫിദികൾക്കും ഒക്കെ ഉള്ള മറുപടിയാണ്. എന്താന്ന് വെച്ചാൽ അവർ പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു വിപ്ലവത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്കല്ല വേണ്ടത്, കൂഫയിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അത് മാറിയിട്ടുണ്ടെന്ന് നമുക്കിതിൽ അടയാളം കിട്ടുന്നുണ്ട്. അല്ലാഹു ആലം. അപ്പോൾ കർബലയിൽ വെച്ചിട്ട് ഉബൈദുല്ല ഇബ്നു സിയാദ് എന്ത് ചെയ്യും? ഉമർ ഇബ്നു സാദിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായിട്ട് സംസാരിക്കാൻ മുന്നോട്ട് അയക്കും. ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വക്കാസ്. സഅദ് ഇബ്നു അബി വക്കാസ് ആരാണ്? അൽ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ബിൽജന്നയിൽപ്പെട്ട സഹാബിയാണ് സഅദ് ഇബ്നു അബി വക്കാസ്. അവരെ മകനായ ഉമർ ഇബ്നു സഅദിനെ ഈ ഉബൈദുല്ല ഇബ്നു സിയാദ് ബുദ്ധിപൂർവം അങ്ങോട്ടേക്ക് അയക്കും. എന്താ വെച്ചാൽ സഅദ് ഇബ്നു അബി വക്കാസിന് അവരായിട്ട് എന്തുണ്ട്? ക്ലോസ് റിലേഷൻ ഉണ്ട്. അപ്പോൾ ഉമർ ഇബ്നു സഅദിനെ അങ്ങോട്ടേക്ക് അയച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ ആൾക്കാരും ഉണ്ട്. ഈ 13 ആൾക്കാരെ കൂട്ടത്തിൽ ഉബൈദുല്ല ഇബ്നു സിയാദിന്റെ മെയിൻ ആയിട്ടുള്ള 13 ആൾക്കാരിൽ 1-2 ആൾക്കാരും കൂടെ പോവും. എന്നിട്ട് ഉമർ ഇബ്നു സഅദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയി കാണുന്നു. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ മുമ്പിൽ ഉള്ളതിപ്പോൾ എന്താണ്? 3 ഓപ്ഷൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്ക് സാധിച്ചു തരണം, അതിനും അനുവാദം വേണം. അതിൽ ഒന്നാമത്തത് എന്നെ ഷാമിലേക്ക് പോവാൻ വിടാം. എന്തിനു വേണ്ടിയിട്ട്? യസീദിന് നേരെ മുഖാമുഖം കൈയോടെ ബൈഅത്ത് കൊടുക്കാൻ.
രണ്ടാമത്തത്, ഞാൻ എവിടുന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു മടങ്ങാൻ അനുവദിക്കുക. എവിടുന്നാണ് വന്നത്? മദീനയിൽ നിന്നാണ് വന്നത്, അങ്ങോട്ടേക്ക് തന്നെ ഞാൻ മടങ്ങിക്കോളാം, ഞാൻ ഒന്നിനുമില്ല എന്നുള്ള രീതിയിൽ തിരിച്ചു മടങ്ങാൻ അനുവദിക്കുക. മൂന്നാമത്തത്, എന്നെ ഈ മുസ്ലിം എന്താ പറയുക ഖിലാഫത്തിന്റെ പുറത്തുള്ള ചില രാജ്യങ്ങളുണ്ടായിരുന്നു, കുഫാറുകൾ, തത്തറുകളതും തുർക്കുകളതൊക്കെ. അങ്ങോട്ടേക്ക് ആ ബോർഡർ സ്ഥലങ്ങളിലേക്ക് എന്നെ പോകാൻ വിടുക, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് പിരിച്ചു വിടുക. എന്നാൽ അതെന്തിനു വേണ്ടിയിട്ട്? എന്നാൽ അവരായിട്ട് ഞാൻ യുദ്ധം ചെയ്തിട്ട് ഷഹീദാവാൻ വേണ്ടിയിട്ട്, കുഫാറുകളായിട്ട് അടിച്ച് ഞാൻ അവരായിട്ട് യുദ്ധം ചെയ്തിട്ട് ഷഹാദത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ 3 ഓപ്ഷൻസ് ഇത് എവിടുന്നാണ് ഉദ്ധരിക്കുന്നത്? അഹ്ലുസുന്ന, സുന്നി താരീഖിൽ വരുന്നതാണ് ഇതൊക്കെ, അഹ്ലുസുന്നന്റെ താരീഖിൽ വന്നതാണ്. അത് കൂടാണ്ട് ഷിയാക്കളെ താരീഖിലും ഇതുണ്ട്. അവരെ താരീഖിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ 3 ഓപ്ഷൻസ് കൊടുത്തതായിട്ട് കാണാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കുക? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? എന്നെ ഷാമിലേക്ക് വിടാൻ എന്തിനു വേണ്ടിയിട്ടാണത്? ബയ്യത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തിന് പുറപ്പെട്ടതല്ല? വിപ്ലവത്തിനൊന്നും അല്ലെങ്കിൽ ഖുറൂജ് ചെയ്തതല്ല, ബയ്യത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തേത് എന്താണ്? വന്ന സ്ഥലത്തേക്ക് തിരിച്ച് മടങ്ങാം, മദീനയിലേക്ക്. മൂന്നാമത്തേത് മുസ്ലിം സാമ്രാജ്യത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവിടാൻ, എന്നാൽ അവരായിട്ട് കുഫാറുകളായിട്ട് യുദ്ധം ചെയ്തിട്ട്, തത്തറുകളായിട്ടോ തുർക്കുകളായിട്ട് യുദ്ധം ചെയ്തിട്ട് അവിടെ ഷഹാദത്ത് നൽകാൻ വേണ്ടിയിട്ട്. ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് സാധിച്ചു തരണമെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു സഅദിന്റെ അടുത്തേക്ക് പറയും. അപ്പോൾ ഉമർ ഇബ്നു സഅദ് അതിൽ തൃപ്തരായിട്ട് തിരിച്ചു മടങ്ങും ഇവരുടെ അടുത്തേക്ക് ഈ ഖബർ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഉബൈദുല്ല ഇബ്നു സിയാദിന്റെ അടുത്തേക്ക് ഈ സംഗതി എത്തുമ്പോൾ ഉബൈദുല്ല ഇബ്നു സിയാദ് ചില ചരിത്രത്തിൽ പറയുന്നത് അതിൽ സമ്മതം മൂളും എന്നാണ് പറയുന്നത് ചിലവര്. പക്ഷെ അവിടെ വേറെ ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ട് മൂപ്പരെ ഈ ഉബൈദുല്ല ഇബ്നു സിയാദിന്റെ തീരുമാനം മാറ്റിപ്പിക്കും. അത് അയാളാണ് ഷിമർ ഇബിൻ ദുൽ ജൂഷിൻ, ദുൽ ജൂഷിൻ, ജീം വാവ് ഷീൻ നൂൻ. ഷിമർ എന്ന് പറയുന്ന ആള്, അയാള് ഈ ഉബൈദുല്ല ഇബ്നു സിയാദിന്റെ തീരുമാനം മാറ്റിപ്പിക്കും എന്നാണ് പറയുന്നത്. ചില ചരിത്രത്തിൽ പറയുന്നത് ഉബൈദുല്ല ഇബ്നു സിയാദ് ഇല്ല, അത് തടഞ്ഞിട്ട് പറയും, ഇല്ല ഇവിടെ തന്നെ വെച്ചിട്ട് കർബലയിൽ വെച്ചിട്ട് തന്നെ യസീദിന് വേണ്ടിയിട്ടുള്ള ബയ്യത്ത് എനിക്ക് ഇപ്പൊ തന്നെ തരണം എന്ന് പറഞ്ഞിട്ട്, അവിടം വരെ പോകാൻ സമ്മതിക്കൂല, ഇവിടുന്ന് തന്നെ ബയ്യത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കും എന്ന് വരുന്നു. ഏതായാലും ലാസ്റ്റ് തീരുമാനം ഇതിലേക്ക് എത്തി. ഈ 3 ഓപ്ഷനൊന്നും നടക്കൂല. എന്താ വെച്ചാൽ ഈ ഷിമ്മറും ഇങ്ങനത്തെ ചില കൂട്ടുകാർ അവര് എന്ത് പറയും? അവർ പറയും, നമ്മൾ എന്തുകൊണ്ട് ഇവര് പറയുന്ന ഓപ്ഷന് നമ്മൾ എന്തുകൊണ്ട് എടുക്കണം? നമ്മൾ പറയുന്നത് അവര് സ്വീകരിക്കണം. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇവരൊക്കെ? ഷിയത്തു അലി. അപ്പോ ഈ ഉമർ ഇബ്നു സഅദ് അതില് വിഷമിച്ചു പോവും. എന്താ വെച്ചാല് ആദ്യം എന്താണ് വിചാരിക്കുന്നത്, ഓക്കെ ഇതിൽ ഏതെങ്കിലും 3 ഇവര് സ്വീകരിക്കും എന്ന് വിചാരിച്ച് പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് മറുപടി ഉണ്ടാവുന്നത്. അപ്പോ ബയ്യത്ത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകും ഉമർ ഇബ്നു സഅദ്. അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും അത് നടക്കുന്നതല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും, എന്നെ അങ്ങോട്ടേക്ക് എത്തിപ്പിക്കുക, യസീദിന്റെ അടുത്തേക്ക് ഷാമിൽ എത്തിപ്പിച്ച് തന്നാലും ഞാൻ തയ്യാറാണ്, ഇവിടുന്ന് അത് നടക്കൂല, എനിക്ക് നേരെ മുഖാമുഖം അവരായിട്ട് സംസാരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ, ബയ്യത്ത് കൊടുക്കാൻ. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഉദാഹരണത്തിന് ഒരു കാരണമാവാ കൂഫയിലത്തെ ആൾക്കാരെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബയ്യത്ത് കൊടുക്കാൻ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. എന്താ വെച്ചാൽ അവരെ കാര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിഷമം ഉണ്ടായിരുന്നു. അപ്പോ ഉമർ ഇബ്നു സഅദ് അവിടെ പെട്ടു.
ചില ചരിത്രങ്ങളിൽ വരുന്നത് അവിടുന്ന് ഉമർ ബിൻ സാദ് പിന്നെ അവിടുന്ന് പിന്നെ അവിടുന്ന് ഒഴിവായി പോവാണ്. എന്താ വെച്ചാൽ ഉമർ ബിൻ സാദ് പേടിക്കുന്നത് എന്താണ്, ഇനി കൊല്ലാൻ പറയൂ എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് മുങ്ങാൻ ശ്രമിക്കും, പക്ഷെ അവരെ പിന്നാലെ വേറെ ഒരാളെ അയച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുത്തും. നീ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നു കളിയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ച് ഉമർ ബിൻ സാദ് വരും. ഉമർ ബിൻ സാദ് എന്നിട്ട് ഈ ഖബർ തിരിച്ച് അങ്ങോട്ടേക്ക് എത്തിപ്പിക്കും ഉബൈദുല്ലാ ബിൻ സിയാദിനോട്, എന്ത് ഹുസൈൻ റളിയല്ലാഹു ഇതിന് തയ്യാറല്ല എന്നുള്ളത്. പിന്നെ ഇവരെ ചില ചരിത്രങ്ങൾ കെട്ടിച്ചമച്ച ചില ചരിത്രങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത് വെള്ളം പോലും കുടിക്കാൻ കൊടുത്തിട്ടില്ല, ദാഹത്തിന്റെ അവസ്ഥയിലാണ് അവർ കൊന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, ഫാമിലിനെയും ഹുസൈനെയും എല്ലാവരെയും. പക്ഷെ അതിനൊന്നും ഒരു തെളിവുമില്ല അവരങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത്. അപ്പോ ഓക്കെ, വേറൊരു സംഗതി, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ സമയത്ത് എത്ര വയസ്സുണ്ട്? എന്താ വെച്ചാൽ ഇവരെ കഥകളിൽ ഇവര് പറയുന്ന സംഗതി എന്തോ ഒരു യുവാവാണ് ഇവിടെ യുദ്ധം നടത്തിയത് എന്നുള്ള രീതിയിലാണ്, വിപ്ലവം നടത്തി എന്നുള്ള രീതിയിൽ 1000 കണക്കിന് ആൾക്കാരെ കൊന്നിട്ടു എന്നൊക്കെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇവരെ വാതിലൊക്കെ കേൾക്കുക. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്ര ഉണ്ടെന്ന്? ഏകദേശം 58 അല്ലെങ്കിൽ 59 വയസ്സുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്. എന്താ വെച്ചാൽ ഇതന്നെ നോക്കിയാൽ മതി. ഹിജ്രി വർഷം എത്രയാണ്? 61. തയ്യിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് എപ്പോഴാണ്? 10ാം ഹിജ്രി. അതിൽ തന്നെ എത്രയായി? 51 അവിടെ തന്നെ ആയി. അപ്പോൾ എന്തായാലും 51 പ്ലസ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 58ഓ 59 തയ്യിബ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തുണ്ട്? വയസ്സായിട്ടുണ്ട്, ചെറുപ്പമൊന്നുമല്ല. ഇവരെ കഥകളിൽ അങ്ങനെയല്ല. ഇവരെ കഥകളിൽ ഫുള്ള് ഒരു യുവാവ് വന്നിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് ഇവരെ കഥകളിൽ ഇവർ പറയാ. പിന്നെ രണ്ടാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കൊടുത്തിട്ടില്ല, അവർ അങ്ങനെ ദാഹത്തിന്റെ അവസ്ഥ, ഇതും കള്ളത്തരാണ്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് 1000 കണക്കിന് 40,000 ആൾക്കാരെ മൂപ്പര് കൊന്നിട്ടു, ഇവിടെയോ അവിടെയൊക്കെ ശവങ്ങളായിരുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന്റെ മേലെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഥകളാണ്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ 40,000 ആൾക്കാർ, ഷിയത്തു അലി എന്ന് പറയുന്ന ആൾക്കാർ, അവര് എന്തായി? അവര് മാറി ഉബൈദുല്ലാ ഇബ്നു സിയാദിന്റെ പിന്നാലെ 4000 ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇവര് എല്ലാവരും വന്ന് നിൽക്കുന്നു. അതാണ് ഇനി രംഗം. ഉബൈദുല്ലാ ഇബ്നു സിയാദ് അങ്ങോട്ടേക്ക് ആൾക്കാരെ അയക്കുന്നു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് ഇവരോട് ചോദിക്കാണ്, ഈ കൂഫയിലത്തെ ഷിയത്തു അലി എന്ന് പറയുന്ന ആൾക്കാരോട് ചോദിക്കാണ്, അപ്പോ നിങ്ങൾ അയച്ച കത്തുകളോ എന്ന് പറഞ്ഞിട്ട് കത്ത് കാണിക്കും. അതിൽ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ അയച്ച കത്തുകളാണ്. അവരോട് ചോദിക്കും, ഈ കത്തുകൾ എന്തേ? അപ്പൊ അവര് പറയും, അത് നമ്മൾ അന്ന് വിഷമത്തിൽ അയച്ചതാണ്, ഇന്ന് നമ്മൾ ഉബൈദുല്ലാ ഇബ്നു സിയാദിന്റെ പിന്നിലാണ്. സുബ്ഹാനല്ലാഹ്, വഞ്ചനന്റെ അങ്ങേയറ്റം. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇത് നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് സഹാബികൾ തടിഞ്ഞത് എന്ത് പറഞ്ഞിട്ടാണ്? അതില് ഒരു സഹാബി പറയുന്നുണ്ട്, അബൂ സഈദ് അൽ ഖുദ്രിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അബൂ സഈദ് അൽ ഖുദ്രി പറയുന്നത്, ഈ അഹ്ലു കൂഫ എന്ന് പറയുന്നവര് നിന്റെ വാപ്പാനെ വഞ്ചിച്ചവരാണ്, നിന്റെ വാപ്പാന്റെ മരണത്തിന്റെ കാരണമായവരാണ് ഇവര്. എന്നിട്ട് പറയാണ്, അലി റളിയല്ലാഹു അൻഹു മരണത്തിന് മുമ്പ് ഞാൻ അവരുടെ അടുത്തുനിന്ന് കേട്ട സംഗതിയാണ്, ഇവരെ ഞാൻ വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് മാറിയത് എൻ്റെ വലിയൊരു തെറ്റാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെയാണ് റെക്കോർഡഡ് അറിയോ? സുബ്ഹാനല്ലാഹ്. ഇത് ഇവരെ വലിയൊരു കിതാബുണ്ട്, ഷിയാക്കളെ വലിയൊരു കിതാബ്, അവര് സഹീ ആയിട്ട് സ്വീകരിക്കപ്പെടുന്ന ഒരു കിതാബുണ്ട്, നഹ്ജുൽ ബലാഗ. നഹ്ജുൽ ബലാഗ എന്ന് പറയുന്നത് അലി റളിയല്ലാഹുവിന്റെ കത്തുകളും ഖുത്ബകളും കമ്പൈൽ ചെയ്ത ഒരു കിതാബാണ്. ഷിയാക്കളിലുള്ള അവരെ ഒരു ഇമാമാണ് ഇത് കമ്പൈൽ ചെയ്തത്. പക്ഷെ അഹ്ലു സുന്നത്തെ ഉലമാക്കൾ അതിനെ റെഫർ ചെയ്തിട്ട് ചില റിവായത്തുകളൊക്കെ സഹീ ആക്കിയിട്ടുണ്ട്, സനദൊക്കെ ചെക്ക് ചെയ്തിട്ട്. അപ്പോ അതിൽ തന്നെ ഷിയാക്കളെ ഇമാം എഴുതിയ ഷിയാക്കളെ കിതാബിൽ തന്നെ നഹ്ജുൽ ബലാഗയിൽ വരുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു
കൂഫയിലത്തെ ഈ ഷിയാക്കളെ കുറിച്ച് പറയുന്നത് എന്ത്, അവരെ ഞാൻ വിശ്വസിച്ചത് വലിയ ഒരു തെറ്റായിപ്പോയി. ഇവർക്ക് എന്തില്ല, ഇവർക്ക് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് പാലിക്കാനുള്ള കഴിവില്ല. ഇവര് സേഫ് ഉയർത്തിയാൽ, യാനി എന്താണ്, വാള് ഉയർത്തിയാൽ അതുമേൽ സബർ ചെയ്യാനുള്ള കഴിവില്ല. നാം ഇതൊക്കെ അലി റളിയല്ലാഹു ഇവരെ കുറിച്ച് പറയാണ്. അപ്പോൾ ഇത് അവിടുന്ന് ഹുസൈൻ റളിയല്ലാഹു പുറപ്പെടുമ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി ഇത് ഓർമ്മപ്പെടുത്താണ്, ഞാൻ ഇത് നിന്റെ വാപ്പന്റെ അടുത്തുനിന്ന് കേട്ടതാണ് അഹ്ലുൽ കൂഫനെ കുറിച്ച് ഇങ്ങനെ. ഞാൻ അവർക്ക് എന്താണ്, അവര് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കൂല, അവര് വാള് ഉയർത്തിയാൽ അതിൽ സബർ ചെയ്യാൻ അവർക്ക് അറിയില്ല. ഞാൻ ഈ വാള് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉയർത്തും, എന്നിട്ട് പേടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്കാരെടുത്ത് നീ പോരുത് എന്നാണ് അന്ന് പിന്നെ നേരത്തെ അബൂ സഈദ് അൽ ഖുദ്രി പറയുന്നത്. ഏതായാലും അപ്പോൾ ഇവിടെ ഈ കത്തുകൾ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇവരെ മറുപടി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു മൊത്തത്തിൽ പിന്നെ മനസ്സിലായി ഇനിയിപ്പോ എന്താണ് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ഈ ഉബൈദുല്ലാ ഇബ്നു സിയാദ് ഇങ്ങോട്ടേക്ക് ഒരാളെ കുതിരപ്പുറത്ത് അയക്കും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്. അപ്പോൾ കുതിരപ്പുറത്ത് ഇവര് സാധാരണ സംസാരത്തിന് വരുന്നതാണെങ്കിൽ എങ്ങനെയാ വരാ, കുതിരക്ക് അറിയാലോ പല സ്റ്റെപ്സും ഉണ്ട്. ഒന്ന് മറ്റേ എന്താ പറയാ ഗാലപ്പിംഗ് എന്ന് പറയും. ഞാൻ ഗാലപ്പിംഗ് എന്ന് പറയുന്നത് ഓട്ടത്തിന് പോലെയാണ്, ഞാൻ സ്ലോ ഓട്ടമാണ്. ഇങ്ങനെയാണ് അതിന്റെ കാലുകൾ ഉണ്ടാവുക. ഓട്ടത്തിൽ എങ്ങനെയാണ്, രണ്ട് കാലും ഒരുമിച്ചായിരിക്കും, ഫാസ്റ്റ് സ്പീഡായിട്ട്. നടത്തം കണ്ടിട്ടുണ്ടാ, ഇങ്ങനെ ഓരോരോ കാലിങ്ങനെ വെച്ചിട്ട് താഴെ മുട്ടിപ്പിച്ചിട്ട്. അപ്പോൾ നടത്തമുണ്ട്, പിന്നെ സ്ലോ ആയിട്ടുള്ള ഒരു ഓട്ടമുണ്ട്, പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടമുണ്ട്. എല്ലാത്തിനും മൂവ്മെന്റ് വേറെ വേറെയാണ്. അപ്പോൾ ഈ ഉബൈദുല്ലാ ഇബ്നു സിയാദ് ഒരാൾ ഈ അയക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയക്കുന്ന ആള് ഓട്ടത്തിന്റെ രീതിയിലാണ് കുതിരപ്പുറത്ത് വരുന്നത്. ഇത് കണ്ടിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വിചാരിക്കും എന്നെ കൊല്ലാൻ വരുന്നതാണെന്ന്. എന്നിട്ട് അയാളെ അടുത്തേക്ക് വരുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വാള് പുറത്തേക്ക് എടുക്കും. ഇത് കണ്ടപാട് ബാക്കിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആള് ഷിമർ ഇബ്ൻ ദിൽ ജൂഷൻ, അയാൾ എന്ത് ചെയ്യും, അയാള് അമ്പ് എടുത്തിട്ട് അതിനെന്താ പറയാ, എയ്യുക, അമ്പ് അവരുടെ അടുത്തേക്ക് ടാർഗറ്റ് ചെയ്തിട്ട് വിടും. അപ്പോൾ എന്തായി, ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് കൊണ്ടിട്ട് താവോട്ട് വീഴും. ഞാൻ കുതിര പുറത്തുനിന്ന് താവോട്ട് വീഴും. എന്നിട്ട് അപ്പോൾ ഉലമാക്കള് പറയുന്നത് ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തില് രണ്ട് രീതിയിലുള്ള കൂട്ടരുണ്ട് പങ്കെടുത്തവര്. ഒന്ന് ആമായിട്ട് കാരണക്കാരായത്, ഒന്ന് ഖാസായിട്ട് കാരണക്കാരായത്. ആമായിട്ട് ആരാണ്, അഹ്ലു കൂഫ, ഷിയത്തു അലി എന്ന് പറയുന്ന അഹ്ലു കൂഫ, കൂഫയിലത്തെ ആൾക്കാർ, വഞ്ചനക്ക് അറിയപ്പെടുന്ന ആൾക്കാർ. അവര് ആമായിട്ട് അവരെല്ലാവരും ഇതിന് കാരണക്കാരാണ്. എന്തുകൊണ്ട്, അവരാണ് കത്തുകൾ എഴുതിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഞാൻ ബയ്യത്ത് തരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആമായിട്ട് അവരാണ് കാരണക്കാർ. പക്ഷെ ഖാസായിട്ട് കാരണക്കാർ 3 പേരുണ്ട്. അതിലൊന്ന് ആരാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഷിമർ എന്ന് പറയുന്ന ആള്, ഷിമർ ഇബ്നു ദുൽ ജൂഷിൻ, അമ്പ് വെച്ച് എറിഞ്ഞവന്. രണ്ടാമത്തെ ആള് ഇതിന് ഓർഡർ കൊടുത്തവൻ ആരാണ്, മുസ്ലിം ഉബൈദുല്ലാ ഇബ്നു സിയാദ്, അന്ന് കൂഫയിലത്തെ ഗവർണറായി മാറിയ ആള്. മൂന്നാമത്തെ ആള് വേറൊരാളും കൂടി ചരിത്രത്തിൽ പറയുന്നത് സിനാൻ ഇബ്നു അനസ് അന്നഖഈ. അപ്പോൾ ഈ 3 പേരെ കുറിച്ച് ഷിയാക്കളെ കിതാബുകളിൽ തന്നെ വരുന്നതാണ്. ഷിമർ ഇബ്നു ദുൽ ജൂഷിൻ, നിങ്ങൾ കേട്ടിട്ടുണ്ട ഒരു യുദ്ധത്തിനെ കുറിച്ച്, മാരക്കത്തു സിഫീൻ എന്നുള്ള യുദ്ധം കേട്ടിട്ടുണ്ട?
യാനി ഇവരെ സഹാബികളെ രണ്ട് വിഭാഗങ്ങളെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു യുദ്ധമാണ്. ഒന്നാമത്തത് ജമൽ യുദ്ധം, രണ്ടാമത്തത് സിഫീൻ. ഈ രണ്ട് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് അലി റളിയല്ലാഹുവിന്റെ കൂടെ ഉള്ളവരും മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ ഉള്ളവരും അവരെ ഇടയിൽ ഉണ്ടാവുന്ന യുദ്ധങ്ങളാണ് ഈ രണ്ട് യുദ്ധങ്ങൾ. ഇത് മുസ്ലിമുകൾക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന സംഗതി, ഈ രണ്ട് സംഗതികൾ ജമൽ യുദ്ധവും സിഫിൻ യുദ്ധവും. അതുകൊണ്ട് അഹ്ലുസുന്നന്റെ ഉലമാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ അനാവശ്യമായിട്ട് ഈ വിഷയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാണ്ടിരിക്കുന്നതാണ് ഖൈർ. പഠനത്തിന് വേണ്ടിയിട്ട് അവിടെ നടന്നതൊക്കെ പഠിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ ആൾക്കാരുടെ ഇടയിൽ അനാവശ്യമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്താ വെച്ചാൽ ഇത് സഹാബികളെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ് ഈ രണ്ട് സംഗതികൾ. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാണ് അഹ്ലുസുന്നന്റെ ഉലമാക്കൾ പറയുന്നത്. തയ്യിബ്, അപ്പോൾ മാറക്കത്തു സിഫീൻ എന്ന് പറയുന്ന യുദ്ധത്തിൽ ഷിമിർ എന്ന് പറയുന്ന ആള് ഷിയത്തു അലിയിൽ പെട്ട ആളായിരുന്നു. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ഈ ഷിമർ എന്ന് പറയുന്നത്. ഇന്ന് അയാൾ എന്താണ് ചെയ്യുന്നത് ആലോചിക്കുക. അലി റളിയല്ലാഹുവിന്റെ കൂടെ ഷിയത്തു അലി എന്ന് പറഞ്ഞ് മാറക്കത്തു സിഫീനിൽ കൂടെ നിന്ന ആള് ഇന്ന് അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈനെ കൊല്ലുന്നു. റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പോ ഇയാള് ഷിയത്തു അലിയിൽ പെട്ട ആളാണ്. അപ്പോ കാരണക്കാര് ഒന്നാമത്തേത് ആമായിട്ട് ആരാണ്? കൂഫയിലത്തെ ഷിയാക്കളെ തന്നെയാണ്. തയ്യിബ്, ഖാസായിട്ട് ഷിയത്തു അലിയിൽ പെട്ട ഷിമർ ഒരു കാരണക്കാരന്. രണ്ടാമത്തത് ഉബൈദുല്ലാ ഇബ്നു സിയാദ്. ഉബൈദുല്ലാ ഇബ്നു സിയാദ് ആരാണ്? ഈ സിയാദ് എന്ന് പറയുന്ന ഉബൈദുല്ലാന്റെ വാപ്പ ബസ്രയിലത്തെ ഗവർണറായിരുന്നു. ഈ പിന്നെ ഇത് നടക്കുന്ന സമയത്ത് ഉബൈദുല്ലാ ഇബ്നു സിയാദിന് ഏകദേശം 26 വയസ്സാണ്. ഞാനീ യുവാവാണ്. ചോരത്തെളുപ്പിന്റെ സമയമാണ്. മൂപ്പര വാപ്പ ഇതേ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിന്റെ കൂടെ സൈന്യത്തിലുണ്ടായ ആളാണ് സിയാദ് എന്ന് പറയുന്ന ആള്. അപ്പോ ഉബൈദുല്ലാ ഇബ്നു സിയാദും എന്താണ്? ഷിയത്തു അലിയിൽപ്പെട്ട ആളാണ്. തയ്യിബ്, അപ്പോൾ രണ്ടാൾക്കാരായി, രണ്ടുപേരും ഷിയാക്കള്. മൂന്നാമത്തേത് ആരാണ്? സിനാൻ ഇബ്നു അനസ് അന്നഖായി. അതിൽ അനസ് എന്ന് പറയുന്നത് സിനാനിന്റെ വാപ്പ, അനസ് എന്ന് പറയുന്നതും ഷിയത്തു അലി, യാനി ഈ സിഫീൻ യുദ്ധത്തിൽ അലിന്റെ ജയ്ഷിൽ യാനി അലിന്റെ പട്ടാളത്തിൽ ഉണ്ടായ ആളാണ്. അപ്പൊ മൂന്ന് പേരും ഷിയത്തു അലിയിൽ പെട്ട മാറക്കത്തു സിഫീനിൽ അവർ രണ്ടുപേരെ വാപ്പമാരും ഒരാൾ ഷിമർ എന്ന് പറയുന്നത് അതിൽ എന്താണ് പങ്കെടുത്തവനുമാണ്. ഇവരാണ് ആരെ കൊല്ലുന്നത്? അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹുവിനെ കൊല്ലുന്നത്, അതിൽ പങ്കെടുക്കുന്നത്. പല രീതികളും ഞാനീ അതിൽ വരുന്നത് ഇത് ശരിക്കും ഉള്ളത് തന്നെയാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല വെട്ടിക്കളയുന്നത് റളിയല്ലാഹു അൻഹു. അത് സിനാനാണോ ഷിമറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ രണ്ടുപേരിലും ഒരുത്തനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് മൊത്തത്തിൽ ഷിയാക്കളാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മരണത്തിനുള്ള കാരണക്കാർ. പക്ഷെ അവരെന്താണ് പ്രദർശിപ്പിക്കുന്നതും കാണിക്കുന്നതൊക്കെ അഹ്ലുസുന്നയും അബൂബക്കറും ഉമറും ഉസ്മാനും ഇവരൊക്കെയാണ് അതിന് കാരണക്കാര്. യസീദാണ് അതിന് കാരണക്കാരന്. യസീദ് ഇതിനെ കൊണ്ട് സംതൃപ്തനായിരുന്നോ? ആയിരുന്നില്ല. യസീദിന്റെ അടുത്തേക്ക് ഉബൈദുല്ലാ ഇബ്നു സിയാദ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല എടുത്തിട്ട് പോകും. ഒരു ഇതുമേല് ഇവര് ഉബൈദുല്ലാ ഇബ്നു സിയാദ് അവിടെ മുമ്പിലില്ല. കൊല്ലുന്നത് ആരാണ്? ഷിമറും സിനാനും വേറെ കൂട്ടരും. അവർ ഈ തല ഒരു സഹനുമേൽ എടുത്തിട്ട് കൊണ്ടുപോകും. ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല വെച്ചിട്ട് കൊണ്ടുപോകും കാണിക്കാൻ വേണ്ടിയിട്ട് ഉബൈദുല്ലാനെ. ഉബൈദുല്ല എന്നിട്ട് അതിന് കളിയാക്കുന്നു. എന്ത് രസമുണ്ട് കാണാൻ. ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ആയിരുന്നു ഞാൻ ഈ ഭംഗി കാണാൻ. അപ്പോൾ അതുമേൽ ഇങ്ങനെ തോണ്ടിട്ടൊക്കെ കളിയാക്കും. ഇത് യസീദിന്റെ അടുത്തേക്ക് എത്തിപ്പെടുമ്പോൾ യസീദ് കരയാൻ തുടങ്ങുന്നതാണ് ചരിത്രത്തിൽ പറയുന്നത്. യസീദിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഉലമാക്കളുടെ ഇടയിൽ. ചില ഇമാംമാർ പറയുന്നത് യസീദ് വളരെ മോശ സ്വഭാവക്കാരനും കുറെ തിന്മകൾ ചെയ്യുന്ന ഒരാളായിരുന്നു, ഫാസിഖായിരുന്നു എന്നൊക്കെയാണ്.
പക്ഷെ അതിര് കവിഞ്ഞ് പോയവർ ഉണ്ട്. അതിൽ പറയുന്നത് കള്ള് കുടിക്കുന്നവനായിരുന്നു, സ്ത്രീകളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നവനായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു തെളിവും ഇല്ല. പക്ഷെ സഹാബിയല്ല, മൂപ്പരടുത്തുനിന്ന് തിന്മകൾ ഉണ്ടായിട്ടുണ്ട്, അത് സ്വീകരിക്കപ്പെടുന്നതാണ്. ഇമാം ദഹബി പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല റഹിമഹുല്ല, നമ്മൾ യസീദിനെ പുകഴ്ത്തുന്നുമില്ല, അനാവശ്യമായിട്ട് എന്താണ് മൂപ്പരെ മോശവും സംസാരിക്കുന്നില്ല. നാം അപ്പൊ തബ്ദീവും അല്ലെങ്കിൽ എന്താണ് തക്ഫീർ ഒന്നും ചെയ്യുന്നില്ല. നാം മൂപ്പര് ഒരു കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു മുസ്ലിമായ ഭരണാധികാരിയാണ് അന്ന് എന്ന് മാത്രമാണ് നമ്മൾ കാണുന്നത്. നാം അപ്പോൾ ഇതാണ് ശരിയായ നിലപാട് യസീദിന്റെ വിഷയത്തിൽ. അപ്പോൾ ഇവിടെ കാരണക്കാരായിരുന്നു? ഈ ഉബൈദില്ല ഇബ്നു സിയാദ് ആണ് കൊല്ലാനുള്ള ഇത് കൊടുത്തത്, ഓർഡർ കൊടുത്തത്. അല്ലാണ്ട് യസീദ് അല്ല അതിന് ഓർഡർ കൊടുത്തത്. എന്നിട്ട് അത് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആ കൂട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ. അതിലാരൊക്കെയാണ്? ഞാൻ ജസ്റ്റ് പേരുകൾ വായിക്കാം. മിൻ ഔലാദി അലി ഇബിൻ അബി താലിബ്, അലിന്റെ റളിയല്ലാഹുവിന്റെ കുട്ടികളിൽ നിന്ന് ചില കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? അബൂബക്കർ, മുഹമ്മദ്, ഉസ്മാൻ, ജാഫർ, അൽ അബ്ബാസ്. അതിൽ രണ്ടുപേര് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരൊക്കെയാണ്? അബൂബക്കർ ഇബിൻ അലി ഇബിൻ അബി താലിബ്, വേറെ ഉസ്മാൻ ഇബിൻ അലി ഇബിൻ അബി താലിബ്. അബൂബക്കറും ഉസ്മാനൊക്കെ ശത്രുക്കളാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു സ്വന്തം കുട്ടികളെ പേര് അങ്ങനെ വെക്കോ? ഷിയാക്കളെ കിതാബിൽ നിന്നാണ് ഇത് പറയുന്നത് കേട്ടാ, ഈ പേരുകൾ. അവർക്ക് അറിയുന്ന സംഗതിയാണ്, പക്ഷെ അവർ മറച്ചു വെക്കും. അവരെന്താ പറയാ? ഈ പേരുകൾ മാറ്റിട്ട് വേറെ പേരുകളാണ് പറയാ. അലി അസ്ഗർ, അലി അക്ബർ എന്നൊക്കെ ചില വേറെ പേരുകൾ വെച്ചിട്ടാണ് ഇത് പറയാ. പക്ഷെ ഇവരെ യാഥാർത്ഥ്യത്തിലുള്ള പേരുകൾ അവർ പറയൂല. എന്താ വെച്ചാൽ അവരെ കള്ളത്തരങ്ങൾ അത് ആൾക്കാരുടെ മുമ്പിൽ പിന്നെ എന്താവും, വെളിവാവും. അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈന്റെ മക്കള് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയുൽ അക്ബർ, അബ്ദുള്ള. അപ്പോ എല്ലാ ഖുലഫ റാഷിദിന്റെ പേരുകൾ അതിലുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ. ആരെ മക്കളാണിത്? ഇവിടെ മരണപ്പെടുന്ന ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കളെ പേരുകളാണിത്. എന്നിട്ട് ഇവരെ ഖുത്ബകളിൽ ഈ പറഞ്ഞ അബൂബക്കർ, ഉമർ, ഉസ്മാനെ തന്നെയാണ് ലാനത്തും ചൊല്ലുന്നത്. നഊദു ബില്ലാഹ്. മൂന്നാമത്തേത് മിൻ ഔലാദിൽ ഹസൻ, അബൂബക്കർ, ഉമർ, അബ്ദുള്ള, അൽ ഖാസിം. എല്ലാവരും കുട്ടികളിലും അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഒക്കെ ഉണ്ട്. മിൻ ഔലാദ് അഖീൽ, നേരത്തെ പറഞ്ഞ അഖീൽ, ജാഫർ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുള്ള ഇബിൻ മുസ്ലിം ഇബിൻ അഖീൽ. മിൻ ഔലാദ് അബ്ദുള്ള ഇബിൻ ജാഫർ, ഔൻ വ മുഹമ്മദ്. അതിനോട് ചേർത്തിട്ട് പിന്നെ ഇതിൽ മരണപ്പെട്ടവരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുസ്ലിം ഇബിൻ അഖീലും റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പോൾ ഇതൊക്കെ അവരെതിരെയുള്ള തെളിവുകളാണ്. അവരെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ പേര്, അലി റളിയല്ലാഹുവിന്റെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ പേര് എന്തൊക്കെയാണ്? അബൂബക്കറും ഉമറും ഉസ്മാനൊക്കെ. ഇതിൽ പിന്നെ ജീവിച്ചിരുന്ന ഒരു ആള് ബാക്കി ഉണ്ടായിരുന്നു. അന്ന് ചെറിയ കുട്ടി, ഞാൻ ജനിച്ചപാടായിരുന്നു. അത് അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി, അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി എന്ന് പറഞ്ഞാല് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകന് എന്ന് പറയുന്ന അലി എന്ന് പറയുന്നത്, അത് അറിയപ്പെടുന്നത് അലി സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാ? ഷിയാക്കളെ പിന്നെ ഇമാമുകളെ പേരിൽ അലി സൈനുൽ ആബിദീനും കാണാം. പക്ഷെ അലി സൈനുൽ ആബിദീൻ എന്നിട്ട് അവിടുന്ന് ഞാൻ ചെറിയ വയസ്സിൽ കുട്ടിയായിരുന്നു. വലുതായതിനു ശേഷം ഇവരെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് പോലുമില്ല കൂഫയിലത്തെ ആൾക്കാരുടെ അടുത്തേക്ക്. ഫുള്ള് ജീവിതം അവരുടെ അടുത്തുനിന്ന് ദൂരെ ആയിട്ട് മദീനയിലാണ് ജീവിച്ചതും. അതേപോലെ തന്നെ അഹ്ലുസുന്നന്റെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഇമാമിന്റെ ദറജ ഉണ്ട് ഈ അലി സൈനുൽ ആബിദീൻ. സൈനുൽ ആബിദീൻ എന്ന് പറയുന്നത് ലഖബാണ്. ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്താണ്. എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഇബാദത്ത് ചെയ്യുന്നവനായിരുന്നു അലി സൈനുൽ ആബിദീൻ. അതേപോലെ തന്നെ ഇൽമ് കൊണ്ട് പ്രസിദ്ധനായിരുന്നു. അഹ്ലുസുന്നയുടെ ഇടയിൽ അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഇമാമാണ്. പക്ഷെ ഷിയാക്കൾ ആവശ്യപ്പെടുന്നത് നമ്മളെ ഇമാമാണെന്നാണ്. പക്ഷെ അതിനെന്താണ്, അതിനൊരു കാര്യവുമില്ല. എന്താ വെച്ചാൽ
അലിയും അലീന്റെ ഉപ്പയും ഉപ്പാന്റെ ഉപ്പയൊക്കെ പഠിപ്പിച്ചതൊന്നുമല്ല ഷിയാക്കൾ ചെയ്യുന്നതൊന്നും. നാം